ചെറിയാൻ നടത്തിയ ഭരണഘടനാ ലംഘനം ഈ കേരളത്തിന് അതൊരു ഒത്തിരിയൊന്നുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരണഘടനയെ അപമാനിക്കുന്നത്, ഭരണഘടനാ വിരുദ്ധം പ്രസംഗിക്കുന്നത്, ഭരണഘടനാപരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രതിജ്ഞയെടുത്തിട്ടും പുറത്തു വന്നത് ലംഘിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം വർഷങ്ങളായി CPM തുടരുകയാണ്. അവർക്കൊരു കൽക്കത്ത തീസിസ് ഉണ്ടായിരുന്നല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് CPM അംഗീകരിച്ചത് എപ്പോഴാണ്? സ്വാതന്ത്ര്യം കിട്ടിയെന്ന് സർക്കാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബോധ്യം വന്നാൽ ആ ബോധ്യം പ്രവർത്തനത്തിൽ നിഴലിക്കണം, ജനങ്ങളുടെ മുമ്പിൽ അത് പ്രതിഫലിക്കണം. ഇവിടെ CPM-കാർ ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ അംഗീകരിക്കാത്ത രണ്ട് പാർട്ടികളിൽ ഇന്ത്യയിൽ ഒന്നാണ് CPM, രണ്ടാണ് RSS. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യത്തെ കൂട്ടി ഇണക്കി നിർത്തി ലോകത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അസൂയ ഉണ്ടാക്കിയ ഒരു രാഷ്ട്ര ചരിത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്ര ചരിത്രം. ആ രാഷ്ട്ര ചരിത്രത്തിന് ലിഖിതമാക്കപ്പെട്ട ഭരണഘടനയെയാണ് ഇപ്പോൾ സജി ചെറിയാൻ അപമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് കയറിയത്. ഭരണഘടനയിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല, ഭരണഘടന തെറ്റാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിന് സത്യപ്രതിജ്ഞ ചെയ്തു? സത്യപ്രതിജ്ഞ ഇസ് എ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ജനപ്രതിനിധിയുടെ ഒരു സ്വഭാവത്തിന്റെയും പ്രവർത്തന തുടക്കത്തിനും നിയന്ത്രിക്കുന്ന രേഖയാണ് ഭരണഘടന. ആ ഭരണഘടന സത്യം ചെയ്ത സജി ചെറിയാൻ ആ ഭരണഘടനയെ പരസ്യമായി തള്ളി പറയുകയും ഇന്ത്യ രാജ്യത്തിന്റെ ഇതുവരെയുള്ള അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുകയാണ്. ചെറിയാൻ അസ്തിത്വത്തെ മൊത്തം ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞവരല്ല. കഴിഞ്ഞ വർഷമല്ലേ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക എടുക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാർ? എത്ര വർഷം കഴിഞ്ഞ? സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടില്ല, ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഈ കാലം അത്രയും ഭരണഘടനയുടെ പേരിൽ രാജ്യം ഭരിച്ച് മുഴിച്ച് കട്ട് ഇന്ത്യ കൊച്ചു കേരളത്തെ ബാങ്ക്രപ്സിയിലേക്ക് നയിക്കുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ മറ്റെന്ത് പ്രതീക്ഷിക്കണം? അതുകൊണ്ട് സജി ചെറിയാന്റെ പ്രസ്താവനയിൽ CPM കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയെ പോലുള്ള നാഷണൽ നേതൃത്വം പ്രതികരിക്കണം. എന്താണ് ഈ ഇതിനോട് യോജിപ്പുണ്ടോ അവർക്ക്? അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇത് യോജിപ്പാണോ? ഈ കേരളത്തിലെ CPM-ന്റെ മറ്റാളുകൾക്ക് ഇതാണോ പരിശോധിക്കണം. അപ്പോ ആ ഭരണഘടനാ ലംഘനം പാർട്ടിയുടെ എന്നത്തെ കാലയും അജണ്ടയും അത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞപ്പോ അത് എക്സ്പോസ് ചെയ്ത് വന്നു. മുഖ്യമന്ത്രിയും ഒക്കെ ഇതുപോലെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയെ പരസ്യമായി തള്ളി പറഞ്ഞവരാണ്. ദേശീയ പതാക അംഗീകരിക്കാത്തവർ കഴിഞ്ഞ ആഗസ്റ്റ് 15-നാണ് ദേശീയ പതാക കൈകൊണ്ട് തൊട്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഇതവചിതമുള്ള ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ നിലപാട് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ അവർ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പവിത്രമായ ഭരണഘടനയാണ് സജി ചെറിയാൻ അവഗണിച്ചത്. ഭരണഘടനയുടെ മഹത്വം അറിയാത്ത ഒരു മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ലേ ഈ ഇലക്ഷൻ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ലേ MLA? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ലേ ആ മന്ത്രിസ്ഥാനം? ആ മന്ത്രി കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘനം നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എന്താ അർഹത? അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണം. സ്വയം രാജിവെച്ച് പോകുന്നില്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷനോട് ബഹുമാനവും ആദരവും ഉണ്ട്, ഈ നാടിന്റെ എക്സിസ്റ്റൻസിന് താല്പര്യമുണ്ട് എങ്കിൽ ഈ മന്ത്രിയെ പുറത്താക്കണം. ഇല്ലേ പുറത്താക്കാനുള്ള പ്രക്ഷേപവുമായിട്ടൊക്കെ രാജ്യത്ത് പോകാൻ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. രണ്ട് പാർട്ടിയും അതുപോലെ RSS-ഉം ഇതുപോലെ തന്നെയാണ്. അവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂറൊന്നുമില്ല. അവർ ഭരണഘടനയോട് കൂറില്ലാതെ ഇന്ത്യൻ പാർലമെന്റ് നോക്കിയാൽ മതി, അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി, ഫിനാൻഷ്യലായ അവരുടെ പോളിസി നോക്കിയാൽ മതി, കാർഷിക രംഗത്ത് അവരുടെ സ്റ്റാൻഡ് നോക്കിയാൽ മതി. അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. തള്ളി പറയുന്ന പച്ചയായി പറഞ്ഞു തന്നെ RSS-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ സർക്കാരിനെ സായുധ സമരത്തിലൂടെ അട്ടിമറിക്കാൻ കൽക്കത്ത CCയിൽ പ്രമേയം പാസാക്കിയ പാർട്ടി, ഐക്യവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന RSS-ന്റെ മതാശ്രിത നിലപാടുകൾക്ക് എതിരായതിലാണ് അവർ എതിർക്കുന്നത്. അതേ പാതയിലാണ് CPM ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും എല്ലാ പൗരന്മാർക്കും മൗലിക അവകാശങ്ങൾ നൽകുന്നതുമായ ഒരു സംവിധാനമാണ് ഇന്ത്യയുടെ ഭരണഘടന.
ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ഭരണഘടന എത്ര കരുത്തുറ്റ, എത്ര ആകർഷണീയമായ ഭരണഘടനയാണ്. ലോകത്തിന് ഇതിന് സമാനമായ ഒരു ഭരണഘടനയുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. കാരണം ഈ രാജ്യം നിലനിൽക്കാൻ സാധിക്കാത്തൊരു രാജ്യമാണ്. അത്രയേറെ വൈരുദ്ധ്യങ്ങൾ നിലനിന്ന നാടാണ്. എല്ലാ തരത്തിലും, മതത്തിലും, ജാതിയിലും, വർഗത്തിലും, വർണ്ണത്തിലും, എല്ലാറ്റിലും, സാമ്പത്തിക രംഗത്തും എല്ലാം വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു കലാപം ഉണ്ടാകാതെ, ഒരു കലാപത്തിലൂടെയും ഈ ഭൂമിക്ക്, ഈ ഇന്ത്യ രാജ്യത്തിന് ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഭരണം നടത്താനും ജനത്തിന്റെ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ, വിദ്യാഭ്യാസം പുരോഗമിപ്പിക്കാൻ, നാടിൽ വ്യാവസായികവൽക്കരണം നടത്താൻ, നമ്മുടെ എന്താണ് ആറ്റോമിക് എനർജി എല്ലാം ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മളൊരു വിസ്മയല്ലേ. ആ വിസ്മയം സൃഷ്ടിച്ചത് ഈ ഭരണഘടന വെച്ചുള്ള ഗവൺമെന്റാണ്. അതാ ഓർക്കേണ്ടത്. ഈ മാറ്റം അത്രയും ഒന്നുമില്ലാത്ത ഈ മണ്ണിലെല്ലാം ഉണ്ടാക്കിയ സർക്കാർ, ആ സർക്കാർ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഭരണഘടനാനുസൃതമായിട്ടാണ്. ആ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ പാർലമെന്റ് ഡെമോക്രസിയിൽ വരണ്ട. പാർലമെന്റ് ഡെമോക്രസിയിൽ നിന്ന് മാറി നിൽക്കണം. പാർലമെന്റ് ഡെമോക്രസി ഇറ്റ് ഈസ് റിസൾട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെതാണ് റിസൾട്ടാണത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനാ മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിക്കണ്ട. നിങ്ങൾ MLA ആവണ്ട, നിങ്ങൾ MP ആവണ്ട, നിങ്ങൾ എന്താക്കിയിട്ട് പോയാലും കുഴപ്പമില്ല. ഈ രാജ്യത്തിന്റെ സക്രിയമായ പ്രവർത്തനങ്ങൾക്ക് പാര വെക്കാൻ, അധികാര രംഗത്തിരിക്കാൻ അർഹതയില്ല എന്ന് സ്വയം തെളിയിച്ച സജി ചെറിയാൻ അടക്കമുള്ള ഈ അഭിപ്രായമുള്ള CPM-ന്റെ നേതാക്കന്മാർ, അവരോട് ഞാൻ പറയുന്നു, ഒന്നുകിൽ ഈ നാടിൽ ജീവിക്കുമ്പോൾ ഈ നാടോടൊപ്പം ഓടുക. ഈ രാജ്യത്തോട് കൂറ് കാണിക്കാൻ സാധിക്കണം. ഈ രാജ്യത്തോട് കൂറ് കാണിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ എന്ത് അവകാശം? ഈ രാജ്യം അനുഭവിക്കാൻ എന്ത് അവകാശം? സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറയുക, ഗവൺമെന്റിനെ തള്ളിപ്പറയുക, ഡെമോക്രസിയെ തള്ളിപ്പറയുക, ഭരണഘടനയെ തള്ളിപ്പറയുക. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി ഇന്ത്യയിൽ നിൽക്കുന്നു?